ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് കെൽട്രോണിൽ വരുന്ന ജോലി ഒഴിവാണ്. കെൽട്രോണിൽ കരാർ ബന്ധപ്പെട്ട ജോലിയുണ്ട്. ITI ഡിപ്ലോമ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അവസരം വന്നിട്ടുണ്ട്. അപേക്ഷ നവംബർ 2 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, കേരള സർക്കാരിന് കീഴിലുള്ള കെൽട്രോണിൽ ജോലി നേടാൻ അവസരം. എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്. ടോട്ടൽ 5 വേക്കൻസികളാണുള്ളത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. താല്പര്യമുള്ളവർ കെൽട്രോൺ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷകൾ നൽകണം. അവസാന തീയതി നവംബർ 2 ആണ്. ഇനി ഒഴിവുകളും തസ്തികകളും നോക്കാം. ഒന്നാമത്തെ ഒഴിവ് വരുന്നതും അതേപോലെ ഒഴിവ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ കെൽട്രോണിൽ എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഓപ്പറേറ്റർ ഒഴിവുകളാണ്. ടോട്ടൽ ഒഴിവുകൾ 5. എഞ്ചിനീയർ വേക്കൻസിയിലേക്ക് 3, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 2, ഓപ്പറേറ്റർ 1 എന്നിങ്ങനെയാണ് വേക്കൻസി അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും 1 വർഷത്തേക്കാണ് നിയമനം വരുന്നത്. പ്രകടനമനുസരിച്ച് 2 വർഷത്തേക്ക് നീട്ടാവുന്ന സാധ്യതയുണ്ട്. യോഗ്യത എഞ്ചിനീയർ വേക്കൻസിയിലേക്ക് നോക്കാം. BTECും BE യോഗ്യത വേണമാണ് എന്ന് പറയുന്നതാണ് എഞ്ചിനീയർ വേക്കൻസിയിലേക്ക് വേണ്ടത്. കുറഞ്ഞത് 60% മാർക്ക് നേടിയിരിക്കണം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷം ഫുൾ ടൈം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. 60% മാർക്ക് നേടിയിരിക്കണം. ഓപ്പറേറ്റർ വേക്കൻസിയിലേക്ക് 60% മാർക്കോടെ ITI സർട്ടിഫിക്കറ്റാണ്. യോഗ്യതകൾ AICTE അല്ലെങ്കിൽ UGC അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കണം. ഇതിലേക്ക് തിരഞ്ഞെടുപ്പ് രീതി നോക്കാം. പൂർണ്ണമായിട്ടും അക്കാദമിക് യോഗ്യതയും എക്സ്പീരിയൻസും അടിസ്ഥാനമാക്കിയിട്ടാണ് നിയമനം നടക്കുന്നത്. അപേക്ഷയുടെ എണ്ണം അനുസരിച്ച് എഴുത്ത് പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവ ഉണ്ടായിരിക്കാം. എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് പ്രത്യേകം എഴുത്ത് പരീക്ഷകൾ ഉണ്ടായിരിക്കും. ഓപ്പറേറ്റർ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് സ്കിൽ ടെസ്റ്റും അഭിമുഖവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ വിവിധ പദ്ധതി സ്ഥാപനങ്ങൾ വിന്യസിക്കാവുന്നതാണ്. ഇതിലേക്ക് വരുന്ന അപേക്ഷാ ഫീസ് 300 രൂപയാണ്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അതേപോലെ www.onlinesba.com എന്ന വെബ്സൈറ്റിൽ ലഭ്യമായ സ്റ്റേറ്റ് ബാങ്ക് ഇ-ക്രെഡിറ്റ് സൗകര്യം ഉപയോഗിച്ച് ഫീസ് അടക്കാം. SC/ST അപേക്ഷകർക്ക് അപേക്ഷാ ഫീസ് പറയുന്നില്ല. അപേക്ഷിക്കേണ്ട വിധം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കെൽട്രോണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം കരിയർ പേജിൽ നിന്നും എഞ്ചിനീയർ, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ഓപ്പറേറ്റർ റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക. വിജ്ഞാപനം പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കി യോഗ്യതയുള്ള ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി നവംബർ 2 ആണ്. അപേക്ഷകൾ ഈ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കെൽട്രോണിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോ ഉപകാരപ്പെടുത്തി കയറുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.